സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഒരു മറുപടിയും കിട്ടിയില്ല എന്ന് മാത്രമല്ല, പ്രോത്സാഹനം ഒന്നും ആ തരത്തിൽ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് അവർ ശ്രമിച്ചിട്ടില്ല. സർക്കാരിനോ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ചിലർക്കോ ഇതിൽ നിന്ന് ഒരു കമ്മീഷനോ അല്ലെങ്കിൽ അത് CSR ഫണ്ടെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ കോപ്പറേറ്റീവ് സൊസൈറ്റി അല്ല. അവിടെ പോയിട്ട് എൻ്റെ അമ്മായിയപ്പന് ഇത്ര ലക്ഷം ലോൺ കൊടുക്കുക എന്ന് പറഞ്ഞ് എഴുതി കൊടുത്ത് ഒപ്പിട്ട് കൊടുത്ത് മേടിക്കുന്ന ഫണ്ടല്ല അത്. നമസ്കാരം, കൂടിക്കാഴ്ചയിലേക്ക് സ്വാഗതം. വയനാട് ദുരന്തത്തിനിരയായ ആളുകൾക്ക് സഹായമെത്തിക്കാൻ കേരളം മുഴുവൻ ഒന്നിച്ചു നിൽക്കുന്ന ഒരു സമയമാണ്. ദുരന്തബാധിതർക്ക് അല്ലെങ്കിൽ അവരുടെ പുനരധിവാസവുമായി ബന്ധപ്പെട്ട് ധാരാളം പദ്ധതികൾ ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. അവർക്ക് വീടൊരുക്കേണ്ടതുണ്ട്, അവർക്ക് ജീവനോപാധി നൽകേണ്ടതുണ്ട്. ഇത്തരം ചർച്ചകളെല്ലാം പുരോഗമിക്കുകയാണ്. ഈ സമയത്താണ് HRDS എന്ന NGO സർക്കാരിന് 500 വീടുകൾ നിർമ്മിച്ച് നൽകാം എന്ന ഒരു പ്രപ്പോസൽ സർക്കാരിൻ്റെ മുന്നിലായി വയ്ക്കുന്നത്. എന്നാൽ ആ പ്രപ്പോസൽ ഇതുവരെ അംഗീകരിക്കപ്പെട്ടിട്ടില്ല എന്ന് മാത്രമല്ല, ആ NGOയ്ക്കെതിരെയുള്ള ചില ദുഷ്പ്രചരണങ്ങൾ നടത്തുകയും ചെയ്യുന്നു സർക്കാരുമായി ചേർന്ന് നിൽക്കുന്ന ചില കേന്ദ്രങ്ങൾ എന്നതാണ് ഇപ്പോഴത്തെ സമകാലിക അവസ്ഥ. ഇതുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ നമുക്ക് HRDSൻ്റെ വൈസ് പ്രസിഡന്റ് ശ്രീ KG വേണുഗോപാലുമായി സംസാരിക്കാം. നമസ്കാരം. നമസ്തേ. ആദ്യമായി ഈ പുനരധിവാസത്തിനായി, അതായത് വയനാട് ജനതയുടെ പുനരധിവാസത്തിന് വലിയ വലിയ തുകകൾ വേണ്ടി വരുമെന്നും അതിനായി പല ഭാഗത്തു നിന്നുമൊക്കെയുള്ള സഹായം അത് സർക്കാർ അഭ്യർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. ഈ സമയത്താണ് HRDS ഒരു പുനരധിവാസ പദ്ധതിയുമായി മുന്നോട്ട് വരുന്നത്. സത്യത്തിൽ HRDSൻ്റെ പദ്ധതി എന്തായിരുന്നു എന്ന് പറഞ്ഞു തുടങ്ങാം എന്ന് തോന്നുന്നു. HRDSൻ്റെ പദ്ധതി സത്യത്തിൽ ഈ വളരെ ദയനീയമായ ഭീകരമായ ദുരന്തമുണ്ടായ ഉടനെ HRDS ആണ് ഈ തരത്തിൽ അവരുടെ പുനരധിവാസ പരിപാടിയുമായിട്ട് ആദ്യം മുന്നിൽ വരുന്നത്. 3-ാം തീയതി തന്നെ, ഓഗസ്റ്റ് 3-ന് കേരള സർക്കാരിന്, കേരള മുഖ്യമന്ത്രിക്ക് ഞങ്ങളൊരു പ്രപ്പോസൽ അയച്ചിരുന്നു. ആ പ്രപ്പോസൽ കിട്ടിയ ഉടനെ തന്നെ അത് സ്വീകരിച്ചിട്ട് വളരെ സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ട് ഒരു മറുപടിയും ഞങ്ങൾക്ക് കിട്ടിയിരുന്നു. അതോടനുബന്ധിച്ച് ആ പ്രപ്പോസലിൻ്റെ എല്ലാ ഡീറ്റെയിൽസും, അതായത് 3-ാം തീയതി, എത്ര ദിവസം എന്ന് ആലോചിക്കണം, ഒന്നാണ് കൊടുത്തത്. പക്ഷെ അതിനുശേഷം ഇന്നിപ്പോൾ 17 ദിവസം കഴിഞ്ഞു. അതിനുശേഷം ഇത് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഒരു മറുപടിയും കിട്ടിയില്ല എന്ന് മാത്രമല്ല, പ്രോത്സാഹനം ഒന്നും ആ തരത്തിൽ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് അവർ ശ്രമിച്ചിട്ടില്ല, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് അനുവാദം തന്നിട്ടില്ല. അതേ അവസരത്തിൽ ഈ കാര്യങ്ങളുടെ ഒരു നെഗറ്റീവായിട്ട് ഇത് വളരെ തട്ടിപ്പാണ്, കള്ളത്തരമാണ് എന്ന് പറഞ്ഞുകൊണ്ട് സർക്കാരിൻ്റെ മാധ്യമങ്ങൾ അല്ലെങ്കിൽ അവരുടെ പത്രം ഇതിനെതിരായിട്ടുള്ള പ്രചരണങ്ങൾ, അതേപോലെ തന്നെ ചില സോഷ്യൽ മീഡിയയിൽ കൂടെയൊക്കെ ആ പ്രചരണങ്ങൾ അവർ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. സത്യത്തിൽ ഇത് അതുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത കാര്യമാണ്. ഞങ്ങൾ വളരെ സുതാര്യമായിട്ടും വളരെ എല്ലാ കാര്യങ്ങളുടെയും വിശദ വിവരങ്ങൾ, മൈന്യൂട്ട് ആയിട്ടുള്ള കാര്യങ്ങൾ പോലും ഇതിൽ ആ പ്രപ്പോസലിൽ ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. 500 വീടുകൾ വെച്ച് കൊടുക്കുന്നുണ്ട്. ആ 500 വീടുകൾ വെച്ച് കൊടുക്കാമെന്ന് പറഞ്ഞാൽ ഒരു വീടിന് ഒരു 10 സെൻറ്റ് സ്ഥലം വേണ്ടി വരും. ഈ 10 സെൻറ്റ് സ്ഥലത്തിനകത്ത് അവർക്ക് വീട് വെച്ച് കൊടുക്കുന്നുണ്ട്. അത് ഗ്രൗണ്ട് ഫ്ലോറിൽ ആ കുടുംബത്തിന് താമസിക്കാനും അതിന് മുകളിൽ ഒരു ഹോം സ്റ്റേ പോലുള്ള ഒരു പദ്ധതിയാണ് നമ്മൾ ആസൂത്രണം ചെയ്തിട്ടുള്ളത്. അപ്പോൾ വയനാട് പോലുള്ള പ്രദേശത്തെന്ന് പറയുമ്പോൾ ധാരാളം ടൂറിസ്റ്റുകൾക്ക് വരാനും ഇനി ഭാവിയിൽ അതിൻ്റെ എണ്ണം കൂടാനുള്ള സാധ്യത കൂടുതലാണ്. അതെല്ലാം മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് അവിടെ താമസിക്കുന്ന ആൾക്കാർക്ക് അവർക്ക് ഒരു വരുമാനം കിട്ടാവുന്ന രൂപത്തിൽ ആണ് ഇത് ആസൂത്രണം ചെയ്തിട്ടുള്ള, വിഭാവനം ചെയ്തിട്ടുള്ളത്. അതിൻ്റെ എല്ലാ കാര്യങ്ങളും അത് കൊടുക്കുന്നുണ്ട്. പക്ഷേ എന്തുകൊണ്ടെന്നറിയില്ല, സർക്കാർ ഇതിനോടൊരു മുഖം തിരിഞ്ഞു നിൽക്കുന്ന ഒരു ഇതുവരെ അതിന് മറുപടി കിട്ടിയിട്ടില്ല. നെഗറ്റീവായിട്ട് കിട്ടിയിട്ടില്ല, പോസിറ്റീവായിട്ട് അന്നത്തെ ആദ്യത്തെ കത്തിൽ മറുപടി ഉണ്ട്. ഞങ്ങളത് വളരെ സന്തോഷം സ്വീകരിക്കുന്നു. അതിനുശേഷം യാതൊരു നടപടികളും ഇതുവരെ ഉണ്ടായിട്ടില്ല. 500 വീടുകൾ എന്ന് പറയുന്നുണ്ട്. ഇപ്പം അതിലെ പ്രപ്പോസൽ ഞാൻ കണ്ടതാണ്. വളരെ സൂക്ഷ്മമായ വിവരങ്ങൾ ഈ പറഞ്ഞതുപോലെ ഇഷ്ടിക എത്ര എണ്ണം വേണം എന്നതുവരെ അതിനകത്തുണ്ട്. പിന്നെ എന്തായിരിക്കാം ഈ സർക്കാർ ശങ്കിച്ചു നിൽക്കുന്നതിന് പിന്നിൽ? അതിൽ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, സാധാരണ ഇവിടുത്തെ കേരളത്തിലെ സാധാരണ ജനങ്ങൾ ഇന്ന് സർക്കാരിനോട് ഏത് മനോഭാവം പുലർത്തുന്നു എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. ഇതിൽ സർക്കാരിനോ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ചിലർക്കോ ഇതിൽ നിന്ന്
ഒരു കമ്മീഷനോ അല്ലെങ്കിൽ ആ തരത്തിലൊരു ഒന്നും നേടാൻ സാധിക്കില്ല എന്ന കാരണങ്ങളാണോ എന്നറിയില്ല. എന്ത് കാരണങ്ങളായാലും ശരി, ഇത് നമ്മൾ ഒരു പൈസ പോലും സർക്കാരിൻ്റെയോ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു സ്ഥാപനത്തിൽ നിന്നും ഒരു പൈസ പോലും ആവശ്യപ്പെടാതെ പൂർണ്ണമായിട്ടും ഇത് വീടുകൾ നിർമ്മിച്ചു കൊടുക്കാം എന്നാണ് നമ്മൾ പറയുന്നത്. അതിനാകെ ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുള്ളത് അതിനു വേണ്ടിയിട്ടുള്ള ഭൂമി സർക്കാർ തന്നെ കണ്ടെത്തി തരണം. ഇതിൻ്റെ ഉപഭോക്താക്കൾ ആർക്കാണോ ഈ വീട് വെച്ച് കൊടുക്കേണ്ടത് അത് സർക്കാർ തരുന്ന ലിസ്റ്റ് അനുസരിച്ചിട്ടാണ് നമ്മൾ വീട് വെച്ച് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ എല്ലാ വശങ്ങളും അതിനെ നിഷേധിക്കാനോ അല്ലെങ്കിൽ അതിന് പാടില്ല എന്ന് പറയാനുള്ള യാതൊരു സന്ദർഭവും അവിടെ ഇല്ല. എന്നിട്ടും ഇത് ചെയ്യുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ അത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന സർക്കാരിൻ്റെ അല്ലെങ്കിൽ സർക്കാരുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന രാഷ്ട്രീയ കക്ഷികൾ അല്ലെങ്കിൽ അവരെ നയിക്കുന്ന നിയന്ത്രിക്കുന്ന ചില ഉദ്യോഗസ്ഥ ദുഷ്പ്രഭുത്വത്തെ അവരാണ് ഇതിനെതിരായിട്ട് നിൽക്കുന്നത് എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. സാധാരണഗതിയിൽ സർക്കാരിന് മാത്രമായി പൂർത്തീകരിക്കാൻ കഴിയുന്നതാണോ എന്ന് ചോദിച്ചാൽ അതിൽ ഒരുപക്ഷെ വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ടായിരിക്കും. പക്ഷേ ഇങ്ങനെ ഒരു ദുരന്ത മുഖത്ത് സഹായത്തിനായി മുന്നോട്ട് വരാനായി താല്പര്യം കാണിക്കുന്ന എല്ലാവരെയും ഒരുമിച്ച് നിർത്തേണ്ട ചുമതല എന്തായാലും സർക്കാരിനുണ്ട്. ഇപ്പോൾ ഈ പറയുന്നത് പോലെ ബെനിഫിഷ്യറീസ് ലിസ്റ്റ് പോലും സർക്കാരാണ് നൽകേണ്ടത് എന്നാണ് HRDS പറയുന്നത്. അപ്പോൾ പിന്നെ എന്തുകൊണ്ടായിരിക്കാം ഈ പറയുന്ന ദുഷ്പ്രചരണങ്ങൾ എന്തുകൊണ്ടായിരിക്കാം? ഇത് സ്വീകരിക്കുന്നില്ല എന്ന് മാത്രമല്ല ദുഷ്പ്രചരണങ്ങളും വരുന്നുണ്ട്. CSR ഫണ്ട് തട്ടിപ്പ് എന്നൊരു ആരോപണമാണ് വരുന്നത്. അതിൽ ഒരു കാര്യം പറഞ്ഞാൽ ഇതിലുള്ള അജ്ഞത എന്ന് ഞാൻ പറയുന്നില്ല. അവരുടെ അജ്ഞതയെ അല്ലെങ്കിൽ മറ്റൊരു രൂപത്തിൽ ചിത്രീകരിച്ചുകൊണ്ട് അവർ ഈ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതിൻ്റെ മറ്റൊരു ഭാഗം നമ്മൾ ചിന്തിച്ചു നോക്കൂ. ഈ തരത്തിലുള്ള മഹാദുരന്തമുണ്ടായി, പക്ഷേ കേരള മനസ്സാക്ഷി അല്ലെങ്കിൽ ഭാരതം മുഴുവനും അല്ലെങ്കിൽ കേരളീയർ ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തുള്ള അവർ മുഴുവനും കേരളത്തെ അല്ലെങ്കിൽ ഈ സമൂഹത്തെ ഒരുമിച്ച് കൈക്കുള്ളിൽപ്പെടുത്തിയിട്ട് അവരെ സഹായിക്കാനും അവരോ ജീവിതത്തിലോ ഉയർത്തെഴുന്നേറ്റ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അവർ തയ്യാറായി. അവർ ആ സുമനസ്സുകൾ മുന്നിൽ വന്ന് ഇത് ചെയ്യുന്നുണ്ട്. അതിൽ സംഘടനകളുണ്ട്, വ്യക്തികളുണ്ട്, ഇതെല്ലാവരും ഉണ്ട്. പക്ഷേ സർക്കാർ ആവശ്യപ്പെടുന്നത് എന്താ? അതൊന്നും ചെയ്യേണ്ട, നിങ്ങൾ ഫണ്ട് തരൂ എന്ന് മാത്രമാണ് പറയുന്നത്. പൈസ മുഴുക്ക ഇങ്ങോട്ട് തരൂ, ബാക്കി എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾ തീരുമാനിക്കാം. അതിൻ്റെ അനുഭവം ഉള്ള മലയാളികളാണ് നമ്മളെല്ലാവരും. അതെ, ഇപ്പോൾ സുനാമി ദുരന്തം മുതലുള്ള ചരിത്രം നമ്മുടെ മുന്നിലുണ്ട്. അതിനുശേഷം 18 ആ വെള്ളപ്പൊക്കത്തിൻ്റെ സമയത്തുള്ള ചരിത്രം നമ്മുടെ മുന്നിലുണ്ട്. ഏതൊക്കെ തരത്തിലുള്ള പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടായിട്ടുണ്ടോ അന്ന് കോടികൾ ഇങ്ങനെ മേടിക്കുന്നല്ലാതെ അതിൽ ആ തരത്തിലെല്ലാം നഷ്ടപ്പെട്ടവരെ എത്ര പേരെ സഹായിച്ചിട്ടുണ്ട്, എത്ര പേരെ സഹായം കൊടുത്തിട്ട് അവരെ പുനരധിവസിപ്പിച്ചിട്ടുണ്ട്? അതൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ആ ഓർമ്മ അല്ലെങ്കിൽ അത് മനസ്സിലുള്ള സമൂഹമാണ് ഇന്ന് ഈ കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ കൊറോണ സമയത്ത് കിട്ടിയിട്ടുള്ള ആ ഫണ്ടും, ഞാനതിൻ്റെ തുകയൊന്നും പറയുന്നില്ല, എത്ര കോടികളാണ് കിട്ടിയിട്ടുള്ളത്. പക്ഷേ ഇപ്പോൾ എത്രയാണ് കിട്ടിയിട്ടുള്ളത്? സുമനസ്സുകൾ അവർ സ്വയം മുന്നോട്ട് വന്ന് ഞങ്ങൾ സഹായിക്കാൻ തയ്യാറാണ്, പക്ഷെ സർക്കാരിൻ്റെ കയ്യിൽ പൈസ കൊടുക്കണോ എന്നുള്ളതിനെക്കുറിച്ച് അവർക്ക് സംശയമുണ്ട്. അതിൻ്റെ കാരണങ്ങൾ ഇതാണ്. ഇതേപോലെ ഇപ്പം ഞങ്ങൾ പോലുള്ളവർ വന്ന് പറയുന്നുണ്ട്, ഞങ്ങൾ ഒരു പൈസ ആരിൽ നിന്നും കളക്ട് ചെയ്യുന്നില്ല, സർക്കാരിൽ നിന്ന് ആവശ്യപ്പെടുന്നില്ല. അവർ തരുന്ന സ്ഥലത്ത് അവർ ഭൂമി എവിടെയാണോ അനുവദിച്ച് തരുന്നത് അവിടെ നമ്മുടെ ഈ ഒരു ഫാമിലിക്ക് ജീവിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തുകൊണ്ടാണ്. അതുമാത്രമല്ല ഭാവിയിൽ അവർക്കൊരു വരുമാനം കിട്ടാവുന്ന രൂപത്തിൽ കൂടെയാണ് നമ്മൾ ചെയ്യുന്നത്. അതിൻ്റെ ഈ കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ ഇപ്പോൾ സർക്കാരിൻ്റെ സത്യത്തിൽ നമ്മൾ സർക്കാരെന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ ജീവനും സ്വത്തിനും നമ്മുടെ ഇതിനൊക്കെ വേണ്ടിയിട്ടൊരു സുരക്ഷിതത്വം തരിക. ഇത് പറഞ്ഞിട്ടല്ലേ അവർ ഈ മന്ത്രിമാരായും ഇതൊക്കെ വരുന്നത്. അവരുടെ സത്യപ്രതിജ്ഞയിൽ എന്താ പറയുന്നത്? പക്ഷേ ആ തരത്തിൽ നോക്കുമ്പോൾ എത്ര പേരത് ചെയ്യുന്നുണ്ട്? അതിന് ഈ സുരക്ഷിതത്വം നമുക്ക് ഒരുക്കേണ്ട ചുമതലപ്പെട്ടവരാണ് ഇതിൽ നിന്ന് ഓടി ഒളിക്കുന്നത്, അല്ലെങ്കിൽ അവർ ചെയ്യാതെ മാറിപ്പോകുന്നത്. ചെയ്യാൻ വേണ്ടിയിട്ട് തയ്യാറായിട്ട് വരുന്ന പ്രസ്ഥാനങ്ങളെപ്പോലും വ്യക്തികളെപ്പോലും അവർ അപകീർത്തിപ്പെടുത്തുന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങളാണ് അവർ ചെയ്യുന്നത്. ഇതിൽ രാഷ്ട്രീയ കാര്യങ്ങളൊന്നും പറയാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഉദ്ദേശിക്കണില്ല. ഇതിൽ രാഷ്ട്രീയമില്ല. കഷ്ടപ്പെടുന്ന ജനത്തെ അവരെ ജീവൻ തിരിച്ചു കിട്ടിയ കുറച്ച് പേരുണ്ട്. എല്ലാം നഷ്ടപ്പെട്ടു പോയവരും ജീവൻ പോലും പിന്നെ സർവ്വതും നഷ്ടപ്പെട്ട കുറേയേറെ കുട്ടികളോ അങ്ങനെ ഇതൊക്കെയുണ്ട്. അവരെ എല്ലാവരെയും ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ നമ്മൾ പ്രതിജ്ഞാബദ്ധരാണ്. നമ്മുടെ സമൂഹം നമ്മുടെ സഹോദരങ്ങളാണ്. അവർ നമ്മുടെ കൂട്ടത്തിൽ പെടുത്തിയിട്ട് കൊണ്ടുപോകണം. ഇത് ഞങ്ങൾ നിങ്ങൾ സർക്കാർ അവർ എന്നുള്ള വ്യത്യാസമില്ല. ഞങ്ങളുടെ സ്വന്തം വീട്ടിലുള്ള ആൾക്കാരാണ്. അവർക്ക് നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു കൊടുക്കുക, അത് ഞങ്ങളുടെ എന്നുള്ള രൂപത്തിൽ നാം എല്ലാവരും ഒരുമിച്ച് നിന്ന്
ചെയ്യേണ്ട ഒരു പ്രവൃത്തിയാണ് എന്നുള്ള രൂപത്തിലാണ് ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഇന്ന്. എന്തായാലും ഈ ദുരിതാശ്വാസം, അതായത് ദുരന്ത ബാധിതർക്ക് നഷ്ടപ്പെട്ടതെല്ലാം ഒരുപക്ഷെ തിരിച്ചു കൊടുക്കാൻ കഴിഞ്ഞില്ലായിരിക്കും. പക്ഷേ ഈ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം, സർക്കാരിൻ്റെ പുനരധിവാസത്തിൽ ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഒരു വീടിന് എത്രയായിരിക്കും? ഒരു 4-4.5 ലക്ഷം രൂപയ്ക്ക് അപ്പുറം നമുക്ക് ഈ ഒരു സാഹചര്യത്തിൽ പ്രതീക്ഷിക്കാൻ കഴിയില്ല. പക്ഷേ HRDS മുന്നോട്ട് വച്ചിരിക്കുന്നത് ഒരു വീടിന് 10 ലക്ഷം രൂപയുടെ ഒരു പ്രോജക്റ്റാണ്. അതിലപ്പുറം അതിനകത്തൊരു ജീവനോപാധിയുമുണ്ട്. ഇത് വയനാട്ടിലെ ദുരന്ത ബാധിതർക്ക് വലിയൊരു ആശ്വാസം നൽകുന്നതാണ്. ഇത് ഇടനിലയിൽ നിന്ന് സർക്കാർ നിഷേധിക്കുകയാണ്. നേരത്തെ പറഞ്ഞതുപോലെയുള്ള ഒരു സത്യപ്രതിജ്ഞാ ലംഘനം എന്ന് തന്നെ ഉറച്ചു നിൽക്കുകയാണോ HRDS? തീർച്ചയായിട്ടും ഞങ്ങൾ ഈ തരത്തിൽ ചെയ്തു കൊടുക്കാൻ, ഇപ്പോൾ ഈ പറഞ്ഞല്ലോ, ഇപ്പോൾ ചില ആൾക്കാർ പറയുന്നുണ്ട് ഇത്രയും സ്ക്വയർ ഫീറ്റ് സ്ഥലം ഈ തുകയ്ക്ക് ഉള്ളിൽ നിൽക്കില്ല എന്ന സംശയം ചിലർ പ്രകടിപ്പിക്കുന്നുണ്ട്. അത് അവരുടെ എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ, 3-ാം തീയതി തന്നെ ഇതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും ഞങ്ങളുടെ കയ്യിൽ ഇത് ടീമുണ്ട്. ഈ പ്രവൃത്തി ചെയ്ത് പരിചയമുള്ള വെൽ എക്സ്പീരിയൻസ്ഡ് സ്കിൽ ഡെവലപ്പ് ചെയ്തിട്ടുള്ള ടീമുണ്ട്. ആ ടീം ഓരോരോ ടീമിനെ ഓരോ ഏൽപ്പിച്ചു. അതുകൊണ്ടാണ് ഇതെല്ലാ വിശദവിവരങ്ങളും അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ കണ്ടിട്ടുണ്ടാവും, അത് അയച്ചു തന്നിട്ടുണ്ട്. ഇതെല്ലാം ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് ഇത് ചെയ്തത്. എത്ര സ്ക്വയർ ഫീറ്റ് വേണം, ഇപ്പം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എത്ര ബ്രിക്ക് വേണം, എത്ര കട്ടിള വേണം, ഈ കാര്യങ്ങളെല്ലാം വെച്ചുകൊണ്ട് അതിന് ഇന്നത്തെ മാർക്കറ്റ് വില എത്രയാണ്. ഇനി ആ സമയത്ത് കുറച്ചൊരു പക്ഷേ കൂടിയെന്ന് വിചാരിച്ചുള്ളൂ. ഞങ്ങൾ 10 ലക്ഷം രൂപയിൽ നിർത്തുന്നു എന്ന് പറഞ്ഞാൽ അവിടെ വെച്ച് നിർത്തില്ല. ഒരു പക്ഷേ ആ സമയത്ത് 12 ലക്ഷം ആയി എന്ന് വിചാരിച്ചുള്ളൂ. നമ്മളെ സംബന്ധിച്ച് ഈ പറഞ്ഞ രൂപത്തിലുള്ള വീട് നിർമ്മിച്ചു കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അപ്പോൾ ഇവർ സംശയം പ്രകടിപ്പിക്കുന്നവരുടെ മുമ്പിൽ പറയാനുള്ള ഒരു കാര്യം, ഇന്ന് കേരളത്തിലെ പ്രത്യേകിച്ച് യുവാക്കൾ, അന്ന് നമ്മളവിടെ കണ്ടതാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ, അവർ സ്വയം മറന്നിട്ട് സ്വന്തം ജീവൻ പോലും വെടിഞ്ഞിട്ട് ആൾക്കാർ മറ്റുള്ളവരെ രക്ഷിക്കാൻ ഇറങ്ങി പുറപ്പെട്ട ആയിരക്കണക്കിന് യുവാക്കൾ ഉള്ള ഒരു നാടാണ് നമ്മുടേത്. അപ്പോൾ മനുഷ്യൻ്റെ മനസ്സിൽ നിന്ന് നന്മ പൂർണ്ണമായിട്ടും മാറിപ്പോയിട്ടില്ല, മാറ്റിവെക്കപ്പെട്ടിട്ടില്ല. ചില എന്താ പറയുക, ചില പ്രത്യേക വിശ്വാസങ്ങളിൽ ഇന്നും അഭിരമിക്കുന്നവരുണ്ടാവാം. പക്ഷെ അതിൽ സത്യമല്ല എന്ന് അവർക്ക് സ്വയം ബോധ്യപ്പെട്ടിട്ടുണ്ട്. അവർ സ്വയം തന്നെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് വരുന്ന ഒരു ചിത്രവും നമ്മൾ കാണുന്നുണ്ട്. ഈ സംഭവങ്ങൾ നടക്കുന്നുണ്ട്. നമ്മുടെ കൂട്ടത്തിൽ ഈ തരത്തിൽ ചെയ്യാൻ തയ്യാറായിട്ട് വരാം എന്ന് പറഞ്ഞിട്ടുള്ള വോളണ്ടിയേഴ്സ്, ആ തരത്തിലുള്ള പ്രവർത്തകർ, അവരുടെ നല്ലൊരു ടീം നമുക്ക് വാർത്തെടുക്കാൻ സാധിക്കും ഇന്ന് തന്നെ. അത് ഒരുപക്ഷെ കേരളത്തിൽ നിന്ന് മാത്രമൊന്നും പറയുന്നില്ല, കേരളത്തിന് പുറത്തുള്ള ആൾക്കാർ പോലും ഇത് വന്നിട്ട് ഇവിടെ സേവന പ്രവർത്തനങ്ങൾ ചെയ്ത് ഈ വീട് നിർമ്മാണത്തിന്, കേരളത്തിൽ നമുക്കെല്ലാവർക്കും അറിയാം, കേരളത്തിലെ ഈ തരത്തിലുള്ളവരുടെ നമ്മുടെ ഡെയിലി കൂലി വളരെ കൂടുതലാണ്. പക്ഷേ ഇത്രയും അല്ലാതെയോ അല്ലെങ്കിൽ പൂർണ്ണമായിട്ടും സേവന രൂപത്തിൽ ചെയ്യാൻ, അവരുടെ ആഹാരവും താമസവും ഒക്കെ ഏർപ്പാട് ചെയ്തിട്ട് സേവന രൂപത്തിൽ ചെയ്യാൻ പറ്റിയ ടീമിനെ നമ്മുടെ HRDSൻ്റെ ഭാഗമായിട്ട് ഇന്ന് ഭാരതത്തിൻ്റെ പല ഭാഗത്തുമുണ്ട്. അവരുടെ സഹായവും അവർ തയ്യാറാണ്. അവർ വന്നിട്ട് നിങ്ങൾ തുടങ്ങും, ഞങ്ങൾ വന്നിട്ട് ചെയ്തു തരാം. അതിൻ്റെ അർത്ഥം ഇപ്പോൾ നമ്മുടെ ഇവിടുത്തെ മാതിരിയുള്ള സ്കിൽ ലേബേഴ്സ്, അവർ മേസൺ ഒരു പക്ഷേ അവരായിരിക്കില്ല, പക്ഷെ മേസന് കട്ടയെടുത്ത് കൊടുക്കാനോ അവർക്ക് വെള്ളം കോരി കൊടുക്കാനോ ഉള്ള സഹായികൾ നമുക്ക് കിട്ടും. അതുപോലെ തന്നെ ട്രാൻസ്പോർട്ടിങ്, ഇത് ഏറ്റവും വലിയൊരു എക്സ്പെൻസ് വരാൻ പോകുന്നത് ട്രാൻസ്പോർട്ടിങ്ങിനാണ്. ആ ട്രാൻസ്പോർട്ടിങ്ങിൻ്റെ ആൾക്കാർ വാഹനങ്ങളൊക്കെ വിട്ടുതരാൻ ആൾക്കാർ തയ്യാറാണ്. അവർക്ക് മാൻ പവർ നമുക്ക് സപ്ലൈ ചെയ്യാൻ നമുക്ക് സാധിക്കും ഇന്നത്തെ അവസ്ഥയിൽ. അപ്പോൾ നന്മ മനസ്സിൽ ഇന്നും സൂക്ഷിക്കുന്ന സമൂഹം, ഈ തരത്തിൽ നമ്മുടെ സഹോദരന്മാർ, അവർ ദുരിതത്തിലേക്ക് പോകുന്ന സഹോദരന്മാരെ നമുക്ക് പിടിച്ചു കയറ്റിയിട്ട് വീണ്ടും ഉയരങ്ങളിലേക്ക്, ജീവിതത്തിൻ്റെ ആ സാധാരണ ജീവിതഗതിയിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് സാധിക്കും എന്നുള്ളത് നമ്മൾ തെളിയിച്ചു കൊടുക്കാൻ തയ്യാറാണ്. സർക്കാരിൻ്റെ ഒരു പൈസ ആവശ്യപ്പെടുന്നില്ല, അത് വേണ്ട. നമ്മുടെ മാൻ പവർ, നന്മയുടെ സ്വരൂപങ്ങളായിട്ടുള്ള യുവ ശക്തി നമ്മൾ കണ്ടുവല്ലോ. ആ ദിവസങ്ങളിൽ ഓരോരുത്തർ രാഷ്ട്രീയം പറഞ്ഞു പോയിട്ടും ആയിരക്കണക്കിന് ഈ സേവാഭാരതിയുടെ പ്രവർത്തകർ സ്വയം മറന്നുകൊണ്ട് ആഹാരം പോലും ഇല്ലാതെ അവിടെ പ്രവർത്തിക്കുന്നത്, കിട്ടുന്നത് വെച്ച് കഴിച്ചിട്ട് പ്രവർത്തിക്കുന്നവർ. അതുപോലെ തന്നെ നമ്മുടെ ധീരരായിട്ടുള്ള ജവാന്മാരുടെ അത് ചിത്രങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്, എവിടേക്കോ കിടന്ന് അവരുടെ എന്താ പറയുക ക്ഷീണം അകറ്റുന്നത്. ഇതേപോലെ ആയിരക്കണക്കിന് ആൾക്കാർ നമ്മുടെ കൂടെയുണ്ട്. അവരുടെ ആ സേവന മനോഭാവം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇവരെ തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കും. ഇതെല്ലാം പഠിച്ചതിന് ശേഷമാണ് നമ്മൾ ഈ പ്രപ്പോസൽ വയ്ക്കുന്നത്. അതിൻ്റെ മുന്നിലാണ് ഇങ്ങനെ പണം തരൂ എന്ന് പറഞ്ഞിട്ട് ഇവർ മാറി നിൽക്കുന്നത്. എന്താ കാരണമെന്ന് ചോദിച്ചാൽ,
എല്ലാവർക്കും അറിയുന്ന കാരണം തന്നെയാണ്. അത് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. ഈ ഏതാണ്ട് 15 ദിവസത്തിലേറെ ആയിരിക്കുന്നു, 17 ദിവസമായി പ്രപ്പോസൽ മുഖ്യമന്ത്രിക്ക് അല്ലെങ്കിൽ സർക്കാരിൻ്റെ മുന്നിൽ എത്തിയിട്ട്. പക്ഷേ ഔപചാരികമായ ഒരു മറുപടി എന്നേ അതിന് പറയാൻ പറ്റുള്ളൂ. ഞങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്, സന്തോഷം എന്നുള്ള രീതിയിൽ ഔപചാരികമായ മറുപടി. അതിനപ്പുറം ഒരു മറുപടി വന്നിട്ടില്ല. പക്ഷേ മറുഭാഗത്ത് നിന്നും അനൗപചാരികമായ കോണിൽ നിന്നും HRDSനെതിരെ ചില ശ്രമങ്ങൾ വരുന്നുണ്ട്. ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാരണം എന്നതിനപ്പുറം ഒരു കാരണം ഇതിനകത്തില്ലേ? അതും എല്ലാവർക്കും അറിയാവുന്നതാണ്. സ്വർണ്ണക്കടത്ത് കേസിൽ സ്വപ്ന സുരേഷിന് ജോലി കൊടുത്തു എന്ന കാരണത്താൽ സർക്കാരിൻ്റെ വലിയ രീതിയിലുള്ള പ്രതികാര നടപടിക്ക് വിധേയരായ ഒരു ഓർഗനൈസേഷനാണ് HRDS. അതുകൊണ്ട് തന്നെയാണോ ഈ പ്രപ്പോസലും സർക്കാർ ചവിട്ടിപ്പിടിക്കുന്നത്? അങ്ങനെ ധരിക്കുന്നതിൽ തെറ്റില്ല. കാരണം അതെന്താണ് എന്നുള്ളത് അന്ന് സമൂഹം മനസ്സിലാക്കിയതാണ്. അതിൻ്റെ ഫലം തന്നെയാണ് ഇന്ന് മുഖ്യമന്ത്രിയും അല്ലെങ്കിൽ കേരള സർക്കാരും മറ്റുള്ളവരുടെ മുമ്പിൽ ഒരുപക്ഷെ തലകുനിഞ്ഞ് തലചൊറിഞ്ഞ് നിൽക്കേണ്ട ഒരു അവസ്ഥ വരുന്നത്. കാരണം നമുക്ക് സ്വാഭിമാനം ഉണ്ടായിരുന്ന ഒരു ജനതയുടെ സ്വാഭിമാനം നഷ്ടപ്പെടുത്തിയ സംഭവങ്ങളാണ്. അതിൻ്റെ എല്ലാ തെളിവുകളും സർക്കാരിൻ്റെ കയ്യിൽ കൊടുത്തിട്ടുള്ളതാണ് ഇതിനെതിരായിട്ടുള്ളത്. ഈ സ്ത്രീ എന്ത് ചെയ്തു എന്നുള്ളതും ചെയ്തില്ല എന്നുള്ളതും നമ്മുടെ സർക്കാരിൻ്റെ ചീഫ് സെക്രട്ടറി തന്നെ ഇതിൻ്റെ പേരിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട എത്രയോ കാലങ്ങൾ ജയിലിൽ കിടന്നിട്ടുള്ളതാണ്. എന്നിട്ട് പോലും നടപടികളൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ അർത്ഥം ഇതൊന്നും തന്നെ കെട്ടിച്ചമച്ച സംഭവങ്ങളല്ല എന്നുള്ളത് അതിൽ നിന്ന് തന്നെ എല്ലാവർക്കും വായിച്ചെടുക്കാൻ സാധിക്കും. പക്ഷേ ഇതിൽ മുന്നിൽ കൊണ്ടുവരാൻ തയ്യാറായത് ഒരു സ്ത്രീ എങ്ങനെ ചവിട്ടി തേക്കണോ അവരെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ പല ഭാഗത്തുനിന്നും വരുമ്പോൾ അവർക്ക് വേണ്ടി സംരക്ഷണം കൊടുക്കേണ്ടത് അല്ലെങ്കിൽ അവരെയും ഈ സമൂഹത്തിൻ്റെ ഭാഗമാണെന്ന് പറഞ്ഞ് നിർത്താൻ ഉള്ളൊരു ചുമതല ആണ് HRDS ചെയ്തത്. അവർ HRDSൻ്റെ കൂടെ 2 മാസം ഉണ്ടായിരുന്നുള്ളൂ. അതിനുശേഷം പിന്നെ അവരിപ്പോൾ HRDSൻ്റെ പ്രവർത്തന മേഖലയിലോ അതൊന്നുമില്ല. പക്ഷേ ഒരു സോഷ്യൽ കമ്മിറ്റ്മെൻ്റ് ഉള്ള ഒരു ലേഡി എന്നുള്ള രൂപത്തിലാണ് ഞങ്ങൾ അവരെ കണ്ടിട്ടുള്ളത്. ആ തരത്തിലുള്ള കാര്യങ്ങൾ ഇപ്പോഴും ആ സ്ത്രീ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നാണ് ഞങ്ങൾക്ക് അറിയാനും കഴിഞ്ഞിട്ടുള്ളത്. സ്വന്തം ജോലി ചെയ്തിട്ട് തന്നെ പല ആൾക്കാരെയും സഹായിക്കുന്ന ഒരു സ്വഭാവം ഉള്ളവരാണ്. അതൊന്നും അവർ തുടരുന്നുണ്ടെന്നാണ് അറിഞ്ഞത്. ഇതിൻ്റെ പേരിൽ ആണ് മുഖ്യമന്ത്രിയും അദ്ദേഹത്തിൻ്റെ ചീഫ് സെക്രട്ടറി ഉൾപ്പെടെയുള്ള അതിനെക്കുറിച്ച് വിശദമായിട്ട് നമ്മൾ പറയേണ്ട കഴിഞ്ഞ കാര്യങ്ങളാണ്. എന്നിട്ട് പോലും ഇന്നും HRDS എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ ചിലർക്ക് ഭയമാണ്. അതെ, എന്തിനു ഭയക്കണം? നമ്മൾ ആ തരത്തിലുള്ള ഇന്നും അതേ അവസരത്തിൽ നിങ്ങൾ അട്ടപ്പാടിയിൽ പോയി നോക്കൂ. ഇന്നിപ്പോൾ ഒറീസയിൽ 1000-ഓളം വീടുകളുടെ നിർമ്മാണം അവിടുത്തെ സർക്കാരാണ് ഞങ്ങളെ ഏൽപ്പിച്ചിട്ടുള്ളത്. അതിൽ 300 വീടിൻ്റെ പണി പൂർത്തിയായി. അത് വരുന്ന 1-2 ആഴ്ചയിൽ അവിടുത്തെ മുഖ്യമന്ത്രിയും ഒക്കെ വന്നിട്ട് അതിൻ്റെ ഉദ്ഘാടനം നടത്താൻ വേണ്ടിയിരിക്കുകയാണ്. ഇതുപോലെ മറ്റ് സംസ്ഥാനങ്ങളിൽ ഇപ്പം മഹാരാഷ്ട്രയിൽ ഇത് നടത്തുന്നുണ്ട്, ഗുജറാത്തിൽ ചെയ്യുന്നുണ്ട്, ഒറീസയിൽ അന്ന് ഇവർക്ക് കൂടി ബഹളത്തിൽ തീവച്ച് നശിപ്പിച്ച വീടുകളുടെ അതിൻ്റെ പുനരുദ്ധാരണത്തിന് വേണ്ടിയിട്ട് ഒറീസ സർക്കാരുമായിട്ട് ഇന്ന് ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ കേരളത്തിൽ മാത്രം കൈക്കൂലി കൊടുത്തില്ലെങ്കിൽ അല്ലെങ്കിൽ ഈ തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാത്ത ഒന്നും ഇവിടെ വേണ്ട എന്ന് പറയുന്നത് ഞങ്ങൾ പറയുന്നത് വെറുതെ ഭാവനയെന്ന് പറയുകയല്ല. ഇത് അട്ടപ്പാടിയിൽ എന്താ സംഭവിച്ചത് നമുക്ക് അനുഭവമുണ്ട്. അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാനീ പറയുന്നത്. അവിടെ ഉണ്ടാക്കി കൊടുത്ത വീടുകൾ, നമ്മൾ പലരുടെയും കൈ നീട്ടി മേടിച്ചിട്ട് ഉണ്ടാക്കി കൊടുത്ത വീടുകൾ, അതിന് സൗന്ദര്യം പോരാ, അതിന് ബലം കുറവാണ്. ആന വന്ന് കുത്തിയാൽ ആ വീട് പോകും. ഇന്ന് ടാർപോളിൽ കെട്ടിക്കിടക്കുന്ന അതിൻ്റെ ചുവട്ടിൽ കിടക്കുന്ന ആൾക്കാരുടെയൊക്കെ നമുക്ക് നല്ല മനോഹരമായ അതിൻ്റെ ചിത്രങ്ങളൊക്കെ നമ്മളെല്ലാവരും കണ്ടിട്ടുള്ളത് വെച്ച് കൊടുത്തിട്ട് ആന കുത്തിയാൽ പോകും എന്നാണ്. ആന കുത്തിയാൽ വീഴാത്ത ഏതാ വീടാനുള്ളത്? കോൺക്രീറ്റ് വീടുകൾ പൊളിഞ്ഞു വീഴണം നമ്മൾ കാണുന്നില്ലേ? അത്രയും കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇതൊരു 35 വർഷത്തെ ഗ്യാരണ്ടി ഉള്ള സാധനങ്ങൾ വെച്ചിട്ടാണ് വീടുണ്ടാക്കി കൊടുത്തിട്ടുള്ളത്. പക്ഷെ അവിടെ നമ്പരിട്ട് തരാൻ തയ്യാറല്ല. ഇത് എൻ്റെ അനുഭവമാണ് ഞാനീ പറയണത്. പഞ്ചായത്തിലെ ഒരു അധികൃതൻ ഞാനത് ഏത് പഞ്ചായത്തെന്ന് പറയുന്നില്ല പറയുന്നത്, അതിൻ്റെ ഒന്നും ആവശ്യമില്ല അവർക്ക്. ഞാനത് മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ് പലപ്പോഴും. അവരിങ്ങനെ ടാർപോളിൻ കെട്ടി മരത്തിൻ്റെ ചൂട്ടി കൊടുക്കും. അവർക്ക് കറണ്ടിൻ്റെ ഒന്നും ആവശ്യമില്ല. നിങ്ങളെന്തിനാ അങ്ങനെയൊക്കെ ചെയ്യാൻ വേണം, അവരങ്ങനെ കഴിഞ്ഞോളും. ഇത് പറയുന്ന ആൾക്കാരാണ്. അതേ അവസരത്തിൽ സർക്കാർ കോടിക്കണക്കിന് രൂപയാണ് ആദിവാസികളുടെ പുനരധിവാസത്തിനോ അവരുടെ ഇതിനു വേണ്ടിയിട്ട് ചെലവഴിക്കണത്. ആ പൈസയൊക്കെ എങ്ങോട്ട് പോകണു? ഈ അടുത്ത കാലത്ത് 2021 ആ ഫൈനാൻഷ്യൽ ഇയറിൻ്റെ ചില കാര്യങ്ങൾ ഞങ്ങൾ മനസ്സിലാക്കിയെടുത്തപ്പോൾ അവിടെ അട്ടപ്പാടിയിൽ ആദിവാസികൾക്ക് വേണ്ടിയിട്ടൊരു ആശുപത്രിയുണ്ട്. ആ ആശുപത്രിയിൽ ആദിവാസികൾ ആരെങ്കിലും അവിടെ അസുഖമായിട്ട് പ്രവേശിച്ചാൽ
പെട്ടെന്ന് വലിയ അസുഖങ്ങളില്ലാത്തവരെ പോലും അവരവിടെ, കാരണം അവരുടെ എന്തൊക്കെയോ കണക്കുകൾ പൂർത്തിയാക്കാനും, എന്നാൽ മാത്രം ഇത്ര രോഗികളെ ഞങ്ങൾ ചികിത്സിച്ച് ഭേദമാക്കി എന്നുള്ള രൂപത്തിൽ കണക്ക്, അതിനെക്കുറിച്ച് വിശദമായിട്ട് ചോദിച്ചാൽ എനിക്കറിയില്ല. എനിക്കറിയാവുന്ന കാര്യങ്ങളാണ് പറയുന്നത്. എന്നിട്ട് അവിടെ വന്നിട്ട് ഒരാളവിടെ വന്നാൽ 2-3 ദിവസം അവിടെ കിടന്നിട്ട് 4-ാം ദിവസം അല്ലെങ്കിൽ 5-ാം ദിവസമോ അവിടുന്ന് ഒരു ആംബുലൻസ് വിളിക്കും. ആംബുലൻസ് വിളിച്ചിട്ട് അവിടുന്ന് ഒരു ഏകദേശം 50 കിലോമീറ്റർ ദൂരെയുള്ള പെരിന്തൽമണ്ണയുള്ള ഒരു ആശുപത്രിയിൽ എത്തിക്കും. ആ ആശുപത്രി ഏതാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പാർട്ടിയുടെ അതിൻ്റെ രൂപത്തിലുള്ള അവരുടെ ഒരു സൊസൈറ്റിയുടെ ആശുപത്രിയാണ്. അവിടെ എത്തിക്കും. ഈ അത്രയും അസുഖമുള്ള ഒരാൾ ഈ മലയുടെ ഇടയിൽ കൂടെ 50 കിലോമീറ്റർ യാത്ര ചെയ്ത് വരുമ്പോൾ തന്നെ അയാളുടെ ഇല്ലാത്ത അസുഖങ്ങളൊക്കെ വരും. അവിടെ ചെന്നാൽ ആദ്യം ICUലാണ് കയറ്റുക. ICUയിൽ 4-5 ദിവസം അവിടെ കിടത്തിയിരിക്കും. അതൊക്കെ കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞ് പുറത്ത് വരുമ്പോൾ ഏകദേശം 1.5 ലക്ഷം രൂപ 2 ലക്ഷം രൂപയുടെ ബില്ലാണ് അവിടെ എടുക്കുന്നത്. ഞാൻ ഈ കഴിഞ്ഞ ഫൈനാൻഷ്യൽ ഇയറിൻ്റെ കാര്യം പറഞ്ഞത്, ആ വർഷം ഈ അതായത് നമ്മുടെ അട്ടപ്പാടിയിൽ നിന്നുള്ള സർക്കാർ ആദിവാസികളുടെ ആശുപത്രിയിൽ നിന്ന് ഇവിടെ കൊടുത്തിട്ടുള്ള തുക 18 കോടി രൂപയാണ്. ഒരു മാസം 1.5 കോടി രൂപയിലധികം ഈ പ്രൈവറ്റ് ആശുപത്രിക്ക് ഇവിടുന്ന് കൊടുക്കുന്നുണ്ട്. അത് എങ്ങനെ കൊടുക്കുന്നു, എന്തിനു കൊടുക്കുന്നു, അത് എവിടെ പോകണം എന്നുള്ളതിനെക്കുറിച്ച് നമ്മളെല്ലാവരും ഈ പണ്ടത്തെ മാതിരി അവരെഴുതി വിടുന്നത് മാത്രം വായിച്ചിട്ടിരിക്കുന്ന സമൂഹമല്ല ഇന്നുള്ളത്. നടക്കുന്ന കാര്യങ്ങൾ അതേ സമയത്ത് ലൈവായിട്ട് കാണുന്ന സമൂഹമാണ്. അതിന് പ്രതികരണശേഷിയുള്ള യുവാക്കളുണ്ട്, പ്രതികരിക്കാൻ പറ്റിയ സമൂഹമുണ്ട്. ഇതൊക്കെ ഉണ്ടെങ്കിൽ ശരി, നീ നിങ്ങളുടെ പാട് നോക്കിപ്പോ, ഞാൻ ചെയ്യുന്നത് ഞാൻ ചെയ്തുകൊണ്ടേയിരിക്കും എന്ന വെല്ലുവിളിയോടുകൂടി ആണ് ഇന്ന് നമ്മളെ ഭരിക്കപ്പെടാൻ നമ്മൾ വിധേയരാക്കും, അല്ലെങ്കിൽ നമുക്ക് ആ ഒരു ഗതികേടാണ് നമുക്കുണ്ടായിട്ടുള്ളത്. എന്തായാലും നേരത്തെ ഈ രംഗത്ത് ദുരന്ത നിവാരണത്തെക്കുറിച്ച് പലരും പല പ്രതീക്ഷകളും പങ്കുവച്ചിട്ടുണ്ട്. അവിടുത്തെ പുനരധിവാസത്തെക്കുറിച്ച് സാധാരണഗതിയിൽ ഇന്ന് വരെ നമ്മൾ ചെയ്ത പുനരധിവാസം വയനാട് ചെയ്യരുത് എന്നും പറയുന്നുണ്ട്. കാരണം ഭാവനാസമ്പന്നമായ പദ്ധതികൾ വേണം, പോക്കറ്റ് വീർപ്പിക്കാനുള്ള പദ്ധതി ആകരുത്. പക്ഷെ സർക്കാർ ആ ദിശയിലേക്ക് തന്നെ പോവുകയാണ്. HRDSൻ്റെ പ്രപ്പോസൽ നിരസിച്ചത് അതിൻ്റെ ഒരു സൂചനയാണ് എന്ന് തന്നെ കരുതണം. ഇതിൽ സത്യത്തിൽ ഈ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട ഒരു വൈരാഗ്യമാണോ, അല്ലെങ്കിൽ ഈ അഴിമതിക്കുള്ള സാധ്യത തുറക്കാനാണോ? ഈ രണ്ട് ഏത് കാരണമായിരിക്കാം ആദ്യം സർക്കാരിൻ്റെ അവരുടെ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സർക്കാരിൻ്റെ അവരുടെ എന്താ പറയുക, മുന്നോട്ടുള്ള പോക്കിന് സർക്കാർ ചെയ്യുന്ന ഏറ്റവും മോശമായ കാര്യങ്ങൾ പുറത്തു കൊണ്ടുവന്നതിന് പുറത്തു കൊണ്ടുവരാൻ അവരുടെ തയ്യാറായി, അവരെ സംരക്ഷിക്കാൻ അല്ലെങ്കിൽ അവർക്ക് ജോലി കൊടുക്കാൻ HRDS തയ്യാറായി എന്നുള്ളതാണ് സർക്കാരിൻ്റെ ദൃഷ്ടിയിൽ നമ്മൾ ചെയ്തിട്ടുള്ള ഏറ്റവും വലിയ കുറ്റം. പക്ഷേ അതിന് വേണ്ടിയിട്ട് അവർ എന്ത് ചെയ്തു? അതിനുശേഷം നമ്മുടെ എല്ലാ ഓഫീസുകളും നിരന്തരം റെയ്ഡ് ചെയ്തു. ക്രൈം ബ്രാഞ്ച്, അതുപോലെ സെൻട്രൽ അവരുടേത് ED, സർവ്വ വിഭാഗങ്ങളും നമ്മുടെ എല്ലാ ഏജൻസികളും വന്നിട്ട് റെയ്ഡ് ചെയ്തു, സാധനങ്ങളൊക്കെ കൊണ്ടുപോയി. അവിടെ വന്നാൽ വളരെ സന്തോഷപൂർവ്വം ഞങ്ങൾ സ്വീകരിക്കും, അവിടെ ഇരുത്തും, ചായ കൊടുക്കും. എല്ലാ അലമാരയും സാർ തുറന്നു തന്നെ ഇട്ടിട്ടുണ്ട്, എല്ലാ മുറിയും തുറന്നു വെച്ചിട്ടുണ്ട്. ഞങ്ങളുടെ ഞങ്ങളുടെ തുടങ്ങിയത് മുതൽ ഇന്ന് വരെയുള്ള എല്ലാ ഓഡിറ്റ് റിപ്പോർട്ടുകളും ഞങ്ങളുടെ കയ്യിലുണ്ട്. അതിൻ്റെ എന്ത് വേണോ പരിശോധിക്കാം, എന്ത് വേണോ കൊണ്ടുപോകാം. പക്ഷെ കൊണ്ടുപോകുന്നത് എഴുതി തന്നിട്ട് കൊണ്ടുപോകണം. ഇതൊക്കെ കൊണ്ടുപോയി ഞങ്ങൾ തന്നില്ല, എടുത്തില്ല എന്ന് പറയും. അത് ഞങ്ങൾ നോക്കും. ആ ഫയൽ എന്തൊക്കെ സാധനങ്ങളുണ്ട്, അതിൻ്റെ ഒരു ഫയൽ, ആ ഫയലിൻ്റെ മുകളിൽ എന്തൊക്കെ സാധനങ്ങളുണ്ട് എന്ന് ഞങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. ഇത്രയും സാധനങ്ങൾ ഞങ്ങൾ കൊണ്ടുപോകണം എന്ന് താഴെ ഒരു ഒപ്പിട്ട് തന്നിട്ട് കൊണ്ടുപോകണം എന്ന് പറയും. എല്ലാം സുതാര്യമാണ്, ഒന്നും ഒളിച്ചു വയ്ക്കാനില്ല, മറച്ചു വയ്ക്കാനില്ല. ഇത് ഞങ്ങൾ ഈ പബ്ലിക്കിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് ഇതുവരെ ഇന്ന് വരെ ആരെങ്കിലും പറയുമോ HRDS എൻ്റെ മുമ്പിൽ പൈസയ്ക്ക് വേണ്ടി വന്നിട്ടുണ്ട്, എൻ്റെ മുമ്പിൽ HRDSന് ഡൊണേഷൻ വേണം എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ട് എന്ന് ആരെങ്കിലും പറയാൻ സാധിക്കുമോ? ഏതെങ്കിലും കടയുടെ മുമ്പിൽ ബക്കറ്റും കൊണ്ടുപോയിട്ട് പിരിച്ചു എന്ന് ആർക്കെങ്കിലും പറയാൻ സാധിക്കുമോ? എന്തെങ്കിലും കിട്ടിയാൽ ആദ്യം എന്താ ചെയ്യണത്? ഉടനെ തന്നെ പൈസ കൊടുക്കൂ, നാളെ മുതൽ ബക്കറ്റ് പിരിവ്. ഈ ബക്കറ്റിൽ വീണ പൈസ എങ്ങോട്ട് പോകണു? അതിനെക്കുറിച്ചൊന്നും നമ്മൾ പറയണ്ട. ഞാൻ വീണ്ടും അത് ആവർത്തിക്കേണ്ട കാര്യമല്ല, എല്ലാവർക്കും അറിയുന്നതോ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ഇതാണ് HRDS. എല്ലാം സുതാര്യമാണ്, ഒന്നും ഒളിച്ചു വയ്ക്കാനില്ല, ഒന്നും മറച്ചു വയ്ക്കാനില്ല. വരുന്ന ഓരോ പൈസയും അത് എവിടുന്ന് വരുന്നു എന്നതും എങ്ങോട്ട് പോകുന്നു എന്നുള്ളതിന് കൃത്യമായ തെളിവുകളും വൗച്ചറുകളും എല്ലാം അവിടെ തന്നെയുണ്ട്. ഇവർ ഇത്രയും പരിശോധിച്ച് നോക്കിയല്ലോ.
ഒരു 3-4 പ്രാവശ്യം കഴിഞ്ഞിട്ട് വീണ്ടും അവിടുന്ന് എന്തെങ്കിലും വരും. കാരണം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കണം HRDS അങ്ങ്. കാരണം അവിടെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള വളരെ പ്രഷർ അവിടുത്തെ ഇതിന് വരുമ്പോൾ, സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ അതൊക്കെ വരുമ്പോൾ ഉടനെ HRDSൻ്റെ അടുത്ത് വെച്ചിട്ട് അവരിങ്ങനെ ഇത് തെളിവെടുപ്പാൻ പോയിട്ടുണ്ട്. കുറച്ച് ദിവസം കഴിയുമ്പോൾ ഈ ഇതിൻ്റെ എൻക്വയറി ഓഫീസേഴ്സിന് അവർ തന്നെ മടുത്തു. അവിടെ ചെന്ന് ഞങ്ങൾക്ക് ചായയൊക്കെ മേടിച്ച് വരും. അവിടെ ഇരുന്നിട്ട് നിവർത്തിയില്ല കേട്ടോ, ഞങ്ങളുടെ നിവർത്തി കൊണ്ടാണ് ഇതൊക്കെ ചെയ്യണത്. അവിടെ നിന്നുള്ള പ്രഷർ വരുമ്പോൾ നിങ്ങൾ അവിടെ വന്നാലും ഇതിനൊക്കെ ചെയ്യുക. ആദ്യമൊക്കെ അവരും ഇതൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ എന്തൊക്കെയുണ്ടെന്ന് എല്ലാം നോക്കിയപ്പോൾ എവരിത്തിങ് ഈസ് അപ് ടു ഡേറ്റ്, എവരിത്തിങ്. അതിൽ യാതൊരു സംശയമില്ല എന്ന് നേരിട്ട് വന്ന് ബോധ്യപ്പെട്ടു. പിന്നെ ഇവർക്കൊന്നും ചെയ്യാനില്ല. പിന്നെ ഭൂമി തട്ടിയെടുക്കാൻ എടുത്തോണ്ട് പോണതാണ്. ഇപ്പോൾ പറഞ്ഞു 5000 ഏക്കർ അജീവ് കൃഷ്ണൻ്റെ നേതൃത്വത്തിൽ തട്ടിയെടുത്തു. അത് എവിടെ കിടക്കണതാ? ഈ തരത്തിൽ പറഞ്ഞ് പിന്നെ വേറൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത വേല കേട്ടത് CSR ഫണ്ട്. ആ CSR ഫണ്ട് എന്താണെന്നെങ്കിലും ഈ പറയുന്ന വിദ്വാൻമാർ മനസ്സിലാക്കണ്ടേ. അത് CSR ഫണ്ടെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ കോപ്പറേറ്റീവ് സൊസൈറ്റി അല്ല. അവിടെ പോയിട്ട് എൻ്റെ അമ്മായിയപ്പന് ഇത്ര ലക്ഷം ലോൺ കൊടുക്കുക എന്ന് പറഞ്ഞ് എഴുതി കൊടുത്ത് ഒപ്പിട്ട് കൊടുത്ത് മേടിക്കുന്ന ഫണ്ടല്ല അത്. അങ്ങനെ എഴുതി കൊടുത്ത് ആരും കൊടുക്കുകയില്ല. അത് കൃത്യമായിട്ടുള്ള ആ പ്രൊജക്റ്റ് കിട്ടിയാൽ ആ ഓരോ പ്രൊജക്റ്റിൻ്റെ ഓരോ ഘട്ടമായിട്ട് മുന്നോട്ട് പോയി അത് വന്ന് പരിശോധിച്ച് അത് അവർ ബോധ്യപ്പെട്ടതിന് ശേഷം മാത്രമേ അടുത്ത ഘട്ടം ഫണ്ട് കൊടുക്കുകയുള്ളൂ. അതിനെല്ലാത്തിനും ഓരോ പൈസയുടെ കണക്കുണ്ട്. ആ പൈസ എവിടെ നിന്ന് വരുന്നതെന്ന് പോലും അവർക്കറിയാതെ എന്തെങ്കിലും അടിച്ചു വിടുകയാണ്. CSR ഫണ്ട് മോഷ്ടിക്കാനാണ് HRDS. അല്ല, ആദ്യം അത് മനസ്സിലാക്കുകയെങ്കിലും വേണ്ടേ ഇവർ. ഇതാണ് ഈ തരത്തിൽ പറഞ്ഞു. അതിൽ ഒരർത്ഥമില്ല എന്നുള്ളത് അവർക്കും അറിയാം, ഇത് അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥന്മാർക്കും അറിയാം, ഇന്ന് സമൂഹത്തിനും അറിയാം. പക്ഷെ നമ്മൾ ഈ അശരണരുടെ കൂടെ എപ്പോഴും നിന്നുകൊണ്ട് അവരെ കൈപിടിച്ച് ഉയർത്താൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനം, ഈ വീട് വെച്ച് കൊടുക്കുക, അതോടെ ആ പ്രപ്പോസലിൻ്റെ പൂർണ്ണമായി പറഞ്ഞില്ല എന്ന് തോന്നുന്നു ഞാൻ. ഒരാൾക്ക് 1 ഏക്കർ സ്ഥലം കൂടെ അവിടെ കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രപ്പോസലിൽ പറയുന്നുണ്ട്. ഇത് കൂടാതെ അവരുടെ ഈ തരത്തിൽ വരുമാനം അതിൽ കൃഷി ചെയ്തിട്ട് ഓരോരോ പ്രദേശത്തും ആ പ്രദേശത്തിന് അനുയോജ്യമായ രൂപത്തിലുള്ള കൃഷി ചെയ്തിട്ട് അതിൻ്റെ ഫലവും ഇവർക്ക് കിട്ടാവുന്ന രൂപത്തിൽ. വയനാട്ടിൽ ചില വെള്ളത്തിൻ്റെ പ്രശ്നമുള്ള സ്ഥലങ്ങളുണ്ട്, മണ്ണിൻ്റെ പ്രത്യേകതകളുള്ള സ്ഥലങ്ങളുണ്ട്. ഇതൊക്കെ ആണെങ്കിലും ശരി, ഇന്ന് ടെക്നോളജി വളർന്നു പോകുന്നുണ്ട്. ഇന്ന് ലോകം മുഴുവനും വീണ്ടും പ്രകൃതിയിലേക്ക് മടങ്ങി വരുന്ന ഒരു കാലഘട്ടമാണ്. ആർട്ടിഫിഷ്യൽ സാധനങ്ങളും ഇതൊക്കെ കഴിഞ്ഞിട്ട് ഭൂമിയെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ മോഡേൺ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് കൂടുതൽ കൃഷി എങ്ങനെ ചെയ്യാൻ സാധിക്കും എന്നുള്ള പഠനങ്ങളും അതിൻ്റെ ഗവേഷണങ്ങളും അതിൻ്റെ ഫലവും കിട്ടിത്തുടങ്ങിയ ഒരു കാലഘട്ടമാണിത്. അപ്പം നമുക്ക് മോഡേൺ ടെക്നോളജി വരെ ഉപയോഗിച്ചിട്ട് അത് ഭാരതത്തിലുള്ള ടെക്നോളജി മാത്രമാകണമെന്ന് പോലും നിർബന്ധം അല്ല, കേരളത്തിലുള്ളത് മാത്രമാകണമെന്ന് നിർബന്ധമില്ല, ഭാരതത്തിലുള്ളതാവണമെന്ന് നിർബന്ധമില്ല. ഈ ടെക്നോളജി ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് എവിടെയൊക്കെ ഉണ്ടോ അവിടെ നിന്നെല്ലാം ഈ ടെക്നോളജി കൊണ്ടുവന്നിട്ട് ഇവിടെ ഏറ്റവും അത്യന്താധുനിക രൂപത്തിലുള്ള കൃഷി ചെയ്ത് അതിൻ്റെ ഫലം നമുക്ക് അവിടെ താമസിക്കുന്നവർക്കും ഇവർക്ക് കൊടുക്കാം. അതിൻ്റെ ആത്യന്തികമായിട്ടുള്ള ഫലം കിട്ടുന്നത് കേരളത്തിൽ മൊത്തത്തിലാണ്, ഒരു ഫാമിലിക്ക് മാത്രമല്ല. ആ തരത്തിൽ വളരെ ദീർഘവീക്ഷണത്തോടു കൂടി തന്നെയാണ് ഓരോ പദ്ധതികളും ആസൂത്രണം ചെയ്ത് അതിൻ്റെ എക്സ്പേർട്സുകളുമായിട്ടൊക്കെ സംസാരിച്ചതിന് ശേഷം തന്നെയാണ് ഇത് നമ്മൾ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അല്ല ഏതെങ്കിലും ഒരു മൂലയിലിരുന്നിട്ട് CSR ഫണ്ട് മോഷ്ടിക്കാൻ നടക്കണമെന്ന് പറയുന്നതിൻ്റെ ആ മന്ദബുദ്ധിയുടെ മുന്നിൽ വരുന്നത് പോലെയുള്ള ഏർപ്പാടല്ല. ഇതിൻ്റെ ഓരോ കാര്യങ്ങളും വളരെ വിശദമായിട്ട് പഠിച്ച് ആ പഠനത്തിൻ്റെ ഫലം ഏത് രൂപത്തിൽ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും എന്ന് പ്രായോഗികമായിട്ട് നടപ്പിലാക്കാൻ കഴിവും ശേഷിയുമുള്ള ഒരു പ്രസ്ഥാനം, അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന സ്കിൽഡ് ആൾക്കാർ, അവർ തന്നെയാണ് ഇത് പൂർണ്ണമായിട്ടും നടത്തിക്കൊടുക്കാമെന്നും നടത്തും എന്ന് ഉള്ള പ്രപ്പോസൽ വച്ചിട്ടുള്ളത്. അത് ഈ രൂപത്തിലല്ലെങ്കിൽ സത്യത്തിൽ തീർച്ചയായിട്ടും അവിടുത്തെ ആൾക്കാരെ സഹായിക്കാൻ ഞങ്ങൾ പ്രതിജ്ഞാബദ്ധരാണ്. അത് നടന്നിരിക്കും. ഈ 500 വീടുകളെന്ന് പറയുമ്പോൾ വയനാടിനെ സംബന്ധിച്ചിടത്തോളം പുനരധിവാസത്തിൻ്റെ ഒരു വലിയ പാർട്ട് കഴിഞ്ഞു. ഇപ്പോൾ ബ്രിസ്കി ഏരിയയിൽ താമസിക്കുന്നവരെ മാറ്റിപ്പാർപ്പിച്ചാൽ പോലും 2000 വീടുകളെ ആവശ്യമുള്ളൂ എന്നാണ് കണക്ക്. അതുമാത്രമല്ല ഇതിലേറെ വേണമെങ്കിലും നിർമ്മിക്കാൻ തയ്യാറാണ് എന്ന് HRDS അറിയിച്ചും കഴിഞ്ഞു. അപ്പോൾ സർക്കാർ ഇത് പെട്ടെന്ന് തന്നെ ഈ പറയുന്ന കാരണങ്ങളാൽ നിരസിക്കുമ്പോൾ HRDS നേരത്തെ ഈ വേട്ടയാടലിൻ്റെ ഭാഗമായി പ്രൊജക്റ്റുകളെല്ലാം അന്യസംസ്ഥാനത്തേക്ക് മാറ്റിയതുപോലെ ഈ പ്രൊജക്റ്റും അന്യസംസ്ഥാനങ്ങളിലേക്ക് മാറുമോ, അതോ നിയമ നടപടികളിലൂടെ ഏതെങ്കിലും? അല്ലേ, ഇതിലിപ്പോൾ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഈ നമുക്ക് സാധ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യും. നമ്മുടെ ഇവിടെ ഒരു നിയമ നടപടി അടക്കം ഇവിടെ ഒരു നമുക്ക് നീതിന്യായ കോടതിയിൽ ഉണ്ട്. അതുകൊണ്ടാണ് ഇന്ന് കേരളം ഈ രൂപത്തെങ്കിലും നിൽക്കണം, നമുക്ക് എല്ലാവർക്കും അറിയാം. അല്ലാതെ മസിൽ പവർ കൊണ്ടല്ല. മസിൽ പവറിനുപരി ഒരു ന്യായത്തിൻ്റെയും നീതിയുടെയും ധർമ്മത്തിൻ്റെയും
നന്മയുടെയും ഒക്കെ തലങ്ങൾ ഇവിടെയുണ്ട്. അതെല്ലാം ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമ്മുടെ സഹോദരന്മാർ, ഇന്ന് ദുരിതം അനുഭവിക്കുന്ന സഹോദരന്മാരെ കൈപിടിച്ചുയർത്താൻ നമ്മളുടെ ഭാഗത്തു നിന്നുള്ള എല്ലാ കാര്യങ്ങളും സമൂഹത്തെ കൂട്ടിയിട്ട്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞങ്ങൾ നിങ്ങളൊന്നുമില്ലാതെ നാം ഒരുമിച്ച് നിന്നിട്ട് അത് ചെയ്യും. അതിൻ്റെ ചില സൂചനകൾ ഇന്ന് വയനാട്ടിൽ കണ്ടു തുടങ്ങിയ പത്രങ്ങളിലൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. ഇന്നത്തെ പത്രത്തിൽ പോലും നമ്മൾ വായിച്ചു. അത് ആ രൂപത്തിൽ അവർക്ക് 6000 രൂപയുടെ ഒരു വീട് വാടകയ്ക്ക് എടുത്ത് കൊടുക്കാമെന്ന് പറഞ്ഞു. എൻ്റെ അവിടെയൊക്കെ നമുക്ക് ബന്ധങ്ങളുള്ളതാണ്. ഒരു സുഹൃത്തിനെ വിളിച്ചു, ചേട്ടാ സർക്കാർ പറഞ്ഞ 6000 രൂപ വാടക തരാമെന്ന്. 6000 ഇല്ല, അവർ 10000 തരാമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ സർക്കാരിന് കൊടുക്കില്ല, പൈസ ഒന്നും കിട്ടില്ല, ഞങ്ങൾക്കറിയാം. ഒന്ന്, പിന്നെ ഈ ഇത്രയും ഒരു ഫാമിലിക്ക് താമസിക്കാനുള്ള സൗകര്യമുള്ള വീട് എങ്ങനെ 6000 രൂപയ്ക്ക് കിട്ടുക? കാട്ടിൻ്റെ ഉള്ളിലുള്ള എവിടെയെങ്കിലും ആദിവാസികൾ താമസിക്കുന്ന അതൊരു പക്ഷേ അവർക്ക്, പക്ഷെ അവിടെ അവർ പോയി താമസിക്കാൻ തയ്യാറായില്ല. 6000 രൂപ എന്നുള്ളത് ഇത് ചെറിയൊരു തുകയാണ്. എന്നിരുന്നാൽ പോലും പലരും ഇത് കൊടുക്കാൻ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് സത്യം. അതുകൊണ്ടാണ് അവരെ ഇന്നും ഈ ഷെഡുകളിൽ താമസിപ്പിച്ചിരിക്കുന്നത്. അതിൻ്റെ പേരിൽ അവർ, നമ്മൾ ജീവിച്ചിരുന്നവർ, നമ്മുടെ ഈ സർക്കാർ എന്തിനു വേണ്ടിയിട്ടാണ് ഇതൊക്കെ, നമ്മുടെ സ്വത്തിനും ഇതൊക്കെ സംരക്ഷണം തരുമെന്ന് പറഞ്ഞ് എടുത്തിട്ടുള്ളവർ എന്ത് സംരക്ഷണം എന്ന് കൊടുക്കുന്നത്? 300 രൂപ വീതം മാസം തോറും കൊടുക്കാമെന്ന് പറഞ്ഞാൽ എത്ര പേർക്ക് കിട്ടി? നമ്മൾ ആരെങ്കിലും ചിന്തിച്ചോ? അവരിന്നകത്ത് റിയാക്ട് ചെയ്യാൻ തുടങ്ങി. അതെ, അതില്ലാത്ത രൂപത്തിൽ ഭഗവാനെ അവരുടെ ജീവിതം സുരക്ഷിതമായിട്ട് പോകാനും സന്തോഷമായിട്ട് പോകാനുള്ള ഒരു അവസ്ഥ ഉണ്ടാക്കണേ എന്നുള്ള പ്രാർത്ഥനയോടൊപ്പം അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു അന്തരീക്ഷം ഉണ്ടാകട്ടെ എന്ന് മാത്രമാണ് സർക്കാരിനോടും നമുക്ക് പ്രാർത്ഥിക്കാനുള്ളൂ. എന്തായാലും സർക്കാരിൻ്റെ പുനരധിവാസം, അതിൽ വലിയ ആശങ്കയോടുകൂടി തന്നെയാണ് ഇപ്പോൾ വയനാട്ടിലെ ദുരന്ത ബാധിതർ ജീവിക്കുന്നത്. ആ വാഗ്ദാനം യാഥാർത്ഥ്യമാകുമോ ഇല്ലയോ എന്നൊന്നും ജനങ്ങൾക്ക് ഇപ്പോഴും വലിയ വിശ്വാസമില്ല. ആ സമയത്താണ് ഇത്തരം ഭാവനാസമ്പന്നമായ പദ്ധതികൾ വരുന്നത്. 500 വീടുകൾ, ഹോം സ്റ്റേ ഫെസിലിറ്റിയോടുകൂടിയുള്ള 500 വീടുകൾ എന്ന് പറയുമ്പോൾ 500 കുടുംബങ്ങൾ പുനരധിവസിക്കപ്പെടുന്നു. 500 മുറികൾ വിനോദസഞ്ചാര മേഖലയിൽ വരുന്നു. നേരത്തെ പറഞ്ഞതുപോലെ കൃഷിയിടം അടക്കമുള്ളവ നോക്കിയാൽ വളരെ ഭാവനാസമ്പന്നമായ ഒരു പദ്ധതിയാണ്. ഇതിനെയാണ് സർക്കാർ ജനങ്ങളിലേക്ക് എത്തുന്നത് തടഞ്ഞുകൊണ്ട് ഒരു വലിയ വഴിമുടക്കിയായി നിൽക്കുന്നത്. എന്തായാലും ഇക്കാര്യങ്ങൾ ഏതറ്റം വരെ പോകും? സർക്കാർ ജനങ്ങളുടെ ഭാഗത്തു നിന്ന് ചിന്തിച്ച് കൂടുതൽ സൗകര്യങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി ചെയ്തു കൊടുക്കണം എന്ന ഒരു ചിന്തയോടുകൂടി പ്രവർത്തിച്ചാൽ, വൈരാഗ്യബുദ്ധിയും രാഷ്ട്രീയ വ്യത്യാസങ്ങളുമെല്ലാം മറന്ന് ചിന്തിച്ചാൽ വയനാടിനെ നമുക്ക് തിരിച്ചു പിടിക്കാം. ഇല്ലെങ്കിൽ മറ്റേതൊരു പുനരധിവാസത്തെയും പോലെ വയനാട് വീണ്ടും ദുരന്ത ഭൂമിയായി അവശേഷിക്കുക തന്നെ ചെയ്യും. എന്തായാലും വളരെയധികം നന്ദി ശ്രീ വേണുഗോപാൽജി നമ്മോട് സംസാരിച്ചതിന്, ഇത്രയധികം വിവരങ്ങൾ പറഞ്ഞു തന്നതിന്. നമസ്തേ.